ഈ യാത്രയിലെ ഹൈലൈറ്റ് തന്നെ 9ാം ക്ലാസ് പഠിക്കണ വധുവും 18 വയസ്സായ ചെക്കനുമാണ്. നെല്ല് വിളഞ്ഞു നിൽക്കുന്ന പാടത്തിന്റെ ഇടയിലൂടെ നടന്നു നീങ്ങിയാൽ മൂന്നാമത്തെ വീട്, അതാണ് നമ്മുടെ ജുനാബലിയുടെ വീട്. ഞങ്ങൾ ആസാമിലേക്ക് വന്നത് തന്നെ ജുനാബലിയുടെ മോന്റെ കല്യാണത്തിനാണ്. പക്ഷെ കല്യാണം 2 ദിവസം മുമ്പ് കഴിഞ്ഞുപോയി. ഫാത്തിമ സുൽത്താന ആസാമി. ആസാം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന 2 ദിവസം ഞങ്ങൾ ആ നാട് മൊത്തം കാണിക്കാണ്ടായിരുന്നത് സുൽത്താനയും ഉള്ള കൂട്ടുകാരത്തിലൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൈയും പിടിച്ച് ഇങ്ങനെ നടക്കും വഴിയിലൂടെ. ഇതാണ് നമ്മുടെ ജുനാബലി. ജുനാബലിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എപ്പോൾ പുറത്തിറങ്ങിയാലും ഇതങ്ങ് വാങ്ങിത്തരും. ഇതിവിടുത്തെ സ്പെഷ്യലാണ്. പാലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു അട എന്ന് തന്നെ പറയാം. ജുനാബലിൻ്റെ വീട്ടിലെത്തിയാൽ പിന്നെ പറയണ്ട, അവരുടെ വൈഫ് എന്തൊക്കെ ഉണ്ടാക്കി തരും. ആസാം സ്പെഷ്യൽ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് 2 ദിവസം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പം വെള്ളിയാഴ്ചയായിരുന്നു. പള്ളിയിൽ പോയി ഞങ്ങളെല്ലാവരും വന്ന് കൈ പിടിക്കുന്ന കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഗുവാഹത്തിക്കടുത്ത് ഏകദേശം ഒരു 150 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ്. ജാഗി റോഡ് എന്ന് പറയും. അങ്ങോട്ടേക്ക് ബസ്സൊന്നുമില്ല. ഞങ്ങൾ തന്നെ ഏകദേശം 45 കിലോമീറ്റർ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. 800 രൂപയാണ് ഏകദേശം ഓട്ടോക്ക് റേറ്റ് വന്നത്. എപ്പോൾ ആസാമിലെത്തിയാലും ഒന്ന് മിസ്സടിച്ചാൽ കാരണം ഒരുപാട് ചങ്കള കിട്ടിട്ടോ. അങ്ങനെ എന്തായാലും ജുനാബലിൻ്റെ മോനെ ഞങ്ങൾ അവിടെ ഒക്കെ കറക്കി കാണിച്ചെന്ന്. ഇനി ഒന്നും ബാക്കിയില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ പോകുന്നതായിരിക്കും നമ്മളൊരു വീടുണ്ട്. ചോദിച്ചവൻ പറയാണ് ഇത് കേരളത്തിലുള്ളൊരു കോൺട്രാക്ടർ വീടാണ്. എന്താലേ